ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത് എവിടെയാണെന്ന് വീഡിയോയുടെ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലേ. നമ്മുടെ നാട്ടിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അനങ്ങമലയുടെ താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്ലാക്കാട്ട് കുളത്തിലെ വിശേഷങ്ങൾ കാണാനാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. നാട്ടിലെ വൈറൽ ലൊക്കേഷൻ ആയതുകൊണ്ടും ഇന്നൊരു ഹോളിഡേ ആയതുകൊണ്ടും അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ട്. അത് നമ്മൾ ഈ മെയിൻ റോഡിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് അനുഭവപ്പെടുന്നതാണ്. ഇരു സൈഡിലായിട്ട് ഇഷ്ടം പോലെ വണ്ടികളാണ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന്റെ അവിടെ നിന്നും ഏകദേശം 300 മീറ്റർ ഉള്ളിലോട്ട് മാറിയാണ് നമ്മുടെ പ്ലാക്കാട്ട് കുളം സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡിൽ നിന്ന് അങ്ങോട്ടുള്ള ആ ഒരു റോഡ് വീതി കുറവായതുകൊണ്ടും അതുപോലെ ആ ഒരു കുളത്തിന്റെ പരിസരത്തായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടും വരുന്ന ആളുകൾ വാഹനങ്ങളെല്ലാം ഈ ഒരു മെയിൻ റോഡിന്റെ ഇരുവശങ്ങളിലായിട്ട് പാർക്ക് ചെയ്യണമെന്ന് അവിടെ ഫ്ലെക്സ് അടിച്ച് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഒരു കുളത്തിന്റെ വിശേഷങ്ങൾ കേട്ടിറങ്ങി നമ്മുടെ ഈ ഒരു അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നല്ല ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഒരുപാട് ആളുകളാണ് ഈ ഒരു കുളം കാണാനും അത് ആസ്വദിക്കാനും അതിൽ കുളിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ എത്തുന്നത് കേട്ടോ. ഞങ്ങള് നെരിയങ്കോട്, പാലക്കാട് നെരിയങ്കോട്. അതായത് കുട്ടികളെന്നോ മുതിർന്നവരെന്നോ സ്ത്രീകളെന്നോ അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ലാതെ ഒരുപാട് ആളുകളാണ് ഈ ഒരു വൈറൽ ലൊക്കേഷനിലേക്ക് പല സ്ഥലങ്ങളിൽ നിന്നുമായിട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളും ഇതാ ആ ഒരു വൈറൽ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്, നമ്മുടെ പ്ലാക്കാട്ട് കുളത്തിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ എത്തുമ്പോൾ കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം മറ്റൊന്നുമില്ല, ഈ ഒരു കുളവും പരിസരവും എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയോട് അങ്ങനെ ഇഴുകി ചേർന്നിരിക്കുകയാണ് കേട്ടോ. ഇതിൽ പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ മെയിൻ വ്യൂ എന്ന് പറയുന്നത് ഇവിടെ നിന്നല്ല നേരെ ഓപ്പോസിറ്റ് പോകണം കേട്ടോ. ആ കാഴ്ചകളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ഈ ഒരു കുളത്തിലേക്ക് എടുത്ത് ചാടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഈ ഒരു കുളത്തിന്റെ പണി പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ഇവിടുന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിന്റെ ചുറ്റുമുള്ള ഈ ഒരു നടപ്പാത ഇപ്പൊ ചെളിയൊക്കെ ആയിട്ട്, അതായത് മഴയും കാര്യങ്ങളൊക്കെ ആയി നല്ല രീതിക്ക് ചെളി പിടിച്ച് കിടക്കുവാണ്. ഇതെല്ലാം കോൺക്രീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കുളത്തിന്റെ ചുറ്റും രാത്രി കാലങ്ങളിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ വെളിച്ചത്തിന്റെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചുറ്റും സ്ഥാപിച്ചിട്ടുള്ള ഗ്രില്ലുകളിലൊക്കെ ആയിട്ട് ലൈറ്റ് കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ഇവിടുന്ന് അറിയാൻ സാധിച്ചു. മാത്രമല്ല ഇവിടെ എത്തുന്നവർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എപ്പോൾ വരും എന്നുള്ളതൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതുപോലെ ഈ ഒരു കുളത്തിന് പ്രധാനമായിട്ടും 4 കടവുകളാണ് ഉള്ളത്. ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ 3 കടവുകളും കൂടാതെ നീന്താൻ അറിയാത്തവർക്കും നീന്തൽ പഠിക്കാൻ വരുന്നവർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ആഴം കുറഞ്ഞ ഒരു കടവും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു കുളം എന്ന് പറയുന്നത് പെട്ടെന്ന് ഇവിടെ വന്ന ഒരു കുളമൊന്നും അല്ല. ഒരുപാട് കാലമായിട്ട് ഇവിടുത്തെ നാട്ടുകാർ കുളിക്കാനും മറ്റു കാര്യങ്ങൾക്കും ആയിട്ട് ഉപയോഗിച്ച് വന്നിരുന്ന ഒരു കുളമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാരേക്കാൾ കൂടുതൽ പുറത്തുനിന്ന് വരുന്നവരുടെ തിരക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം കുളത്തിന്റെ മറുകരയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്നുള്ള ആ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ അതെ ഈ ഒരു കാഴ്ചയാണ് കേട്ടോ ഈ ഒരു കുളത്തിനെ മറ്റു കുളങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു വലിയ കുളവും അതിൻ്റെ ചുറ്റുമായിട്ട് തെങ്ങും തോപ്പുകളും കമുകും തോപ്പുകളും അതിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് നമ്മുടെ അനങ്ങമല അങ്ങനെ തല ഉയർത്തി നിൽക്കുക. ഈ ഒരു കാഴ്ച ഒരു രക്ഷയില്ല. ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ഈ ഒരു കാഴ്ച കാണണം കേട്ടോ. ഏകദേശം 1 കോടിയോളം രൂപ MLA ഫണ്ടിൽ നിന്നും ചെലവാക്കിയാണ് ഈ ഒരു കുളം നവീകരിച്ചിട്ടുള്ളത്. ചുറ്റും കരിങ്കൽ പടുത്ത് അതിൻ്റെ മുകളിലായിട്ട് ഗ്രില്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഏകദേശം 4 മീറ്ററോളം ആഴം വരുന്ന ഈ ഒരു കുളത്തിന്റെ ഏറ്റവും ആഴം കുറഞ്ഞ ഒരു ഭാഗം സജ്ജീകരിച്ചിട്ടുള്ളത് ഇതാ ഇവിടെയാണ് കേട്ടോ. താഴെ നിന്നും കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിട്ട് മുകളിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആഴം കുറവായതുകൊണ്ട് തന്നെ കുട്ടികളായിട്ട് വരുന്നവരും നീന്താൻ അറിയാത്തവരൊക്കെ ഇവിടെ ഇറങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫ്. നിങ്ങൾക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഒരാളും ഇവിടെ കുളിക്കാൻ മാത്രമായിട്ട് വരുന്നവരില്ല. ഇത് മാക്സിമം എൻജോയ് ചെയ്യാൻ വരുന്നവരാണ്. കുറച്ച് ഗ്യാങ്ങുകളായിട്ടും ഫാമിലി ആയിട്ടും അങ്ങനെ തീർത്തും ഈ ഒരു കുളത്തിനെ ആസ്വദിക്കാൻ വരുന്നവരാണ് കേട്ടോ ഭൂരിഭാഗം പേരും.
നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ചുറ്റും നടപ്പാതയും അതേപോലെ ലൈറ്റും കാര്യങ്ങളും എല്ലാം വന്നു കഴിഞ്ഞ് ഈ ഒരു കുളം കുറച്ചുകൂടെ അടിപൊളിയാവട്ടു. ഇപ്പം മനോഹരമല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഉള്ളതിനേക്കാൾ മനോഹരമാവുകയും അതേപോലെ രാത്രിയൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവർക്കും ഒക്കെ ഇവിടെ വന്ന് ആസ്വദിക്കാനൊക്കെ സാധിക്കും കേട്ടോ. അതിനോടൊപ്പം എനിക്ക് തോന്നിയ ചെറിയൊരു കാര്യമാണ് ഇതിൻ്റെ ചുറ്റും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇവിടെ വരുന്നവർക്ക് ആസ്വദിക്കാൻ വരുന്നവർക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യം കൂടെ ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഗംഭീരമാവും കേട്ടോ. ഇവിടെ എത്തുന്നവരെ കാത്ത് ഇവിടെ കൊച്ചു കൊച്ചു കടകളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി തിരക്ക് കൂടുന്നതിനനുസരിച്ച് ഇതുപോലത്തെ കടകളൊക്കെ കൂടാനും ചാൻസ് ഉണ്ട്. ഈ ഒരു കുളത്തിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള ബിസിനസ് സാധ്യതകളും ഇവിടെ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും അതെല്ലാം ഈ ഒരു കുളത്തിനോടൊപ്പം തന്നെ ഈ ഒരു നാടിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കട്ടെ. പിന്നെ ഇവിടെ വരുന്നവരോടുള്ള ഒരു പ്രധാന അഭ്യർത്ഥന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൊണ്ടുവരുന്ന സ്നാക്സിൻ്റെ ആയാലും ഇവിടുന്ന് വാങ്ങുന്ന സ്നാക്സിൻ്റെ ഒക്കെ ആയാലും പ്ലാസ്റ്റിക് വേസ്റ്റ് ഇവിടെ നിക്ഷേപിച്ചിട്ട് പോകരുത്. പ്രത്യേകിച്ച് കുളത്തിലോട്ടൊന്നും വലിച്ചെറിഞ്ഞ് ഇതൊരു മാലിന്യ കൂമ്പാരാക്കരുത്. കാരണം ഈ പ്രകൃതി മനോഹരമായിട്ടുള്ള കാഴ്ച ഇനി വരുന്നവർക്കും ആസ്വദിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേത് തന്നെയാണ്. നമ്മുടെ ഈ ഒരു കുളത്തിൻ്റെ ലൊക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട നിങ്ങൾ ഓരോരുത്തരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ ഒരു മനോഹര കാഴ്ചയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ഒരു മനോഹര വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നാട്ടിലെ മറ്റൊരു മനോഹര കാഴ്ചയായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം ഒറ്റപ്പാലങ്കാരൻ.